ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. അപ്പോ ഇതിപ്പോ നമ്മൾ കുറച്ചായല്ലേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട്? ഒരുമിച്ച് എടുത്തിട്ട് കുറച്ചായി. സംഭവം ഈ കുട്ടി അതെ സംക്രാന്തിയിലൊക്കെയാണ് ഒരു വീഡിയോ ഒറ്റക്കുള്ളത് ഇടേണ്ട വന്നായിട്ടുള്ളൂ. അതെ അതെ, എന്നാലും അവിടെ മെൻഷൻ ആക്കണ്ടിട്ടല്ലേ. പക്ഷെ ഞാൻ ഒരു വീഡിയോയിൽ മെൻഷൻ ആക്കിയില്ല. എല്ലാ വീഡിയോയിലും മെൻഷൻ ചെയ്യും, ഇന്ന് സഞ്ജുലിയ ഇങ്ങനെ ഇങ്ങനെ. ഇതെന്താ വെൽക്കം ടു മൈ വീഡിയോ. ഇല്ലില്ല. ഓക്കെ, അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് വയ്യായിരുന്നു. പിന്നെ ഇപ്പോ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ബാക്ക് ടു നോർമൽ ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സമയത്ത് പിരിച്ചും അതെ, അപ്പൊ ഇനിയിപ്പോ അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ഒരു ഡേ ആണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സംഭവം എന്താണ് വീഡിയോ എന്തായാലും ആഡ് ചെയ്യും. ഇന്ന് ഇനിയിപ്പോ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട്, എനിക്ക് ലെഗും മധു എന്താ മധു കാർഡിയോ ആയിരിക്കും. കാർഡിയോയാ? കാരണം എനിക്ക് ലെഗ് റെഡിയാക്കാനായിട്ട് പതുക്കെ സൈക്കിൾ ചവിട്ടുക ആ പരിപാടിയൊക്കെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. കാല് ബെൻഡ് ചെയ്യിക്കല് കുറച്ച് കുറവാ. ഫ്ലെക്സിബിലിറ്റി റെഡിയാക്കാനായിട്ട് നമ്മൾ കാർഡിയോ ആയിരിക്കും ചെയ്യാൻ തോന്നുന്നു. ഇനിയിപ്പോ ട്രെയിനറിന്റെ മൈൻഡ് മാറിക്കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും കാർഡിയോ അല്ല, എനിക്കിന്ന് ലെഗ് ചെയ്യണം. ഭയങ്കര ഞാൻ വിചാരിച്ചിട്ട് ലെഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടക്കണ്ട. പക്ഷെ ഇന്ന് എങ്ങനെയെങ്കിലും ലെഗ് ചെയ്തില്ലെങ്കിൽ ശരിയാവൂല. ആൻഡ് ഈ മുടിയൊക്കെ ഭയങ്കര ശോകമായി. മുടിയൊക്കെ ഒന്ന് വെട്ടണം. ഇന്ന് വെട്ടാൻ പോവാ? ഇന്നാണ് വെട്ടാൻ പോണ? അല്ല, ഞായറാഴ്ച വെട്ടും. ഞായറാഴ്ച വെട്ടി നല്ല സുന്ദര കുട്ടപ്പനാണ്. ഇല്ല, തുടങ്ങിയിട്ടുള്ളൂ. 5:10 വന്നിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങള് വാമപ്പൊക്കെ ചെയ്ത് സെറ്റപ്പ് കുട്ടപ്പിച്ചായിട്ട് വരാം. ഇന്ന് എനിക്ക് ലെഗാ ഫസ്റ്റ് വർക്കൗട്ട്. ഈ ലെഗ് എക്സ്റ്റൻഷൻ. സെക്കൻഡ് അവിടെ സ്കോട്ട് ഉണ്ട്. അതാണ് സ്കോട്ട്. അവിടെ സ്കോട്ട് ഉണ്ട്, സ്കോട്ട് ചെയ്യാൻ പറഞ്ഞു. തേർഡ് വർക്കൗട്ട് നമ്മുടെ ലെഗ് പ്രസ് ആണ്. ഫോർത്ത് വൺ കാഫിനുള്ള. അങ്ങനെ ഫസ്റ്റ് ലെഗ് എക്സ്റ്റൻഷനിലേക്കുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ കുറച്ചായി ലെഗ് ചെയ്തിട്ട്. പക്ഷെ നല്ല പാടുണ്ട് ഇപ്പൊ ചെയ്യുമ്പോ. മാധുവിന്റെ അച്ഛൻ ഇറങ്ങിയെന്ന് തോന്നുന്നു. പോവാണോ? അതൊന്നിട്ട് കഴിഞ്ഞാ എന്തൊക്കെ ചെയ്ത്? പിന്നെ കാർഡിയോ ചെയ്തു. ട്രൈസെപ്സും കാർഡിയോ? ട്രെഡ്മില്ല് ട്രെഡ്മില്ല് 35 മിനിറ്റും. അതെ, ആളെങ്ങനെയുണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ? കുഴപ്പമില്ല, ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് നമുക്ക് സെറ്റ് ആവാണ്ട്. പിന്നെ ചിക്കനും മീനൊന്നും കഴിക്കാത്തതുകൊണ്ടും പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും. എൻ്റെ ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ മധുമിത ഇവിടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല മധുമിത, സൈക്കിൾ വേറെ ഒന്നല്ല, നീ സൈക്കിൾ ചവിട്ടി നിൽക്കേണ്ടത് മാത്രം പറഞ്ഞോളൂ. പിന്നെ സൈക്കിൾ ചവിട്ടി ഓ കണ്ടോ, കുട്ടി ഭയങ്കര സൈക്കിൾ ചവിട്ടില്ല. ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെ നമ്മുടെ ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ ഡീപ് സ്കോട്ട്. അവിടെ ഡീപ് സ്കോട്ട് ആണെങ്കിൽ എനിക്ക് പിന്നെ ശീലം ഉണ്ടായിരുന്നു. ഡീപ് സ്കോട്ട് എന്നെ കൊണ്ട് അത്ര പറ്റുന്ന സാധനമല്ല. ഞാൻ മടുത്ത്. അയ്യോ, കുറെ നാളായിട്ട് ലെഗ് ചെയ്യാണ്ടിരുന്ന് ലെഗ് ചെയ്യുമ്പോഴേ സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്താ കഴിച്ച ഒരു കോഫി കുടിച്ചു. ഞാൻ പ്രോട്ടീൻ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയി. ഒരു കോഫി കുടിച്ചിട്ട് അതിനെ പിക്ക് ചെയ്ത് നേരെ ജിമ്മിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിനി സ്കോട്ട് ചെയ്യാം. കാര്യം കുറേ നേരം ടൈം ഡ്യൂറേഷൻ വന്നാൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പോയി സ്കോട്ട് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാം. സ്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എക്സ്റ്റൻഷൻ അല്ല സോറി അടുത്തത് ലെഗ് പ്രസ്. അതെനിക്ക് ഇഷ്ടമുള്ള വർക്കൗട്ടാ. അത് ഞാൻ സെറ്റാവും. ജിമ്മ കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും
ഇങ്ങനെ വാങ്ങി ജിമ്മൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല കിടിലം മഴ പുറത്ത്. അതിലല്ലേ മഴ കാണാമോ? ഇതേ മഴ കാണാം. അതെ, ഇടിമിന്നലും ഉണ്ട്. നല്ല കലക്കം മഴയുണ്ട്, ഇടിമിന്നലും ഉണ്ട്. അല്ലേ അത് കലക്കണം മഴ എന്തൊക്കെ ഇടിച്ചില്ലേ പറഞ്ഞിട്ട്. ഞാൻ എന്റെ ഷൂ ഒക്കെ എടുത്തു വെച്ചു. നിന്റെ ഷൂ എവിടെ? നീ എന്റെ അടുത്ത് ഷൂ ചോദിച്ചാ എടുത്തു എടുത്തോണ്ട് വന്നത്? എന്നാ നിനക്ക് എടുത്ത് വെച്ചൂടായിരുന്നു. പിന്നെ എന്റെ കയ്യില്ലേ, ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ചുമന്ന് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ പിന്നെ ഇനി ഷെൽഫിൽ വെക്കാൻ പറ്റാതെ വേണോ? മഴ നോക്ക്. ഇപ്പൊ പറയും ഞാൻ ആദ്യമായിട്ട് മഴ കാണുന്നത്, പക്ഷെ ഈ മഴ നല്ല രസമുണ്ട്. അവിടെ നോക്കിക്കേ, നല്ല മഴ, നല്ല അടിപൊളിയില്ലേ. കറക്റ്റ് റെയിൻകോട്ട് എടുക്കാത്തപ്പോ മഴ വന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. എനിക്ക് റെയിൻകോട്ട് ഉണ്ട്, ഇവൾക്ക് റെയിൻകോട്ട് ഇല്ല. സഞ്ജു വണ്ടി ഓടിക്കുവാണെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആള് സേഫാ. ഞാൻ കമ്പിട്ടേക്കണോണ്ട് കൊഴാന്നുണ്ടാവും. ഞാൻ വണ്ടി ഓടിച്ചാലും ഞാൻ വണ്ടി ഓടിച്ചില്ലെങ്കിൽ റെയിൻകോട്ട് ഞാനിടും. അത് മഴ നനയും. അപ്പൊ ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. അതെന്താ, അത് പറയാൻ ടൈം ആയിട്ടില്ല. ഞാൻ വാക്കൗട്ട് ചെയ്തു. അയ്യേ, അതോ നീ ഇപ്പൊ ഇവിടുന്ന് വീട്ടിൽ പോകണോ? നീ എങ്ങനെ പോവാ? എന്റെ പേര് വന്നത് ആവണം. എന്റെ പോന്ന വേറെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വണ്ടിക്ക് വരണം. എന്തോന്ന് ഇത്? എന്ത് ഭാഷ ഇത്? കച്ചറേ, ഇതെന്ത് ഭാഷ വായിലിട്ടിട്ട്? സഞ്ജുവിൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഇവിടെ അമ്മയ്ക്ക് അച്ഛനും അറിയില്ല. ഞങ്ങൾ കേക്ക് മേടിച്ചുകൊണ്ട്, ഞങ്ങളെല്ലാം മേടിച്ചത് സഞ്ജുവിൻ്റെ ചേട്ടന് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും അറിയില്ല. ഒരാൾ ടി വി കാണുന്നു, ഒരാൾ കുക്ക് ചെയ്യുന്നു, എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഫൈനലി എന്താ അത്? നമുക്ക് കേക്ക് കട്ട് ചെയ്താലും ദോശ കഴിക്കാം. വെഡിങ് ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യാം. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. കേക്ക് ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാം എപ്പോഴും. ഹായ്. ഓ ഓ ഓ ഓ ഓ ഇങ്ങട് ഇങ്ങട് ഇങ്ങട്. ഞാൻ എവിടുന്ന് വന്നതാന്നുള്ള പോലെ. ഞാൻ പറഞ്ഞു കൊടുക്കണം. അച്ഛനും പോത് ഇനി അത് കട്ട്. ആ മുറുക്കി മുറുക്കി. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. അങ്ങനത്തെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. മാധുവിന്റെ വീട്ടിൽ വന്നു, മാധുവിനെ അത് ഡ്രോപ്പ് ചെയ്തു. ജാമിക്കുട്ടിയൊക്കെ മാധുവിന്റെ അടുത്ത് ഇരിക്കേണ്ടത്. നല്ല ഉറക്കപ്പിച്ചാണ്. അപ്പോ എല്ലാരും വീഡിയോ കാണണം. ഹോപ്പ് യു ഗൈസ്. ശരിയാ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ബൈ.